2014 നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഇന്ത്യ കണ്ടിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മുമ്പ് മറ്റൊരു ഗവൺമെൻറ്റും ചെയ്യാതിരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇന്ദിരാഗാന്ധിയൊക്കെ ഭരിച്ചപ്പോൾ ചില സമയത്ത് അതിൻ്റെയൊക്കെ ചില ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഗവൺമെൻറ്റുകളും ചെയ്യാതിരുന്നത് പോലെ ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തന്നെ അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ആയുധമായി ഉപയോഗിക്കുകയോ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ അറിയാം, പണ്ടൊക്കെ ഗവർണർമാരെ നിയമിച്ചപ്പോൾ ആ ഗവർണർമാരെയൊക്കെ നിയമിക്കാൻ വേണ്ടി അത്തരത്തിലുള്ളൊരു പദവി തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അംബേദ്കറൊക്കെ തന്നെ ചോദിച്ചിരുന്നത് ഇത്തരത്തിലൊരു പോസ്റ്റ് ഏറ്റെടുക്കാൻ ആളുണ്ടാകുമോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ഭരണത്തലവൻ എന്ന് വെറുതെ പേരിന് മാത്രം പറയാവുന്ന യാതൊരുവിധ അധികാരങ്ങളുമില്ലാത്ത ആളുകളായിരുന്നു ഗവർണർമാർ എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും മറ്റു പഞ്ചാബിലുമൊക്കെ തന്നെയുള്ള നിരവധി ഗവർണർമാർ, ഞാനിപ്പോൾ അവരുടെ പേരുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അവരെല്ലാവരും തന്നെ ഈ രാഷ്ട്രീയം എങ്ങനെയാണ് കലർത്തിവിടേണ്ടത്, എങ്ങനെയാണ് ആ സംസ്ഥാനങ്ങളിലെല്ലാം പ്രതിപക്ഷ പാർട്ടികളെ ബുദ്ധിമുട്ടിക്കേണ്ടത് എന്നുള്ളതിൻ്റെ റിസർച്ച് നടത്തുകയും ആ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തന്നെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ വെസ്റ്റ് ബംഗാളിൽ ഗവർണറായിരുന്ന അദ്ദേഹം തന്നെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തീരുകയും ആ ഉപരാഷ്ട്രപതി വളരെ അഭൂതപൂർവമായ രീതിയിൽ ഒരു ദിവസം തന്നെ പൊതുമണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷനായി പോവുകയും അദ്ദേഹം ആരോട് സംസാരിക്കാതായി പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ കാര്യം നമുക്കറിയാം. അതിനു മുമ്പ് അദ്ദേഹം ബംഗാളിൽ വലിയ തോതിൽ മമതാ ബാനർജിക്കൊക്കെ ഭീഷണി ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഗവർണർമാർ മുതൽ ഇലക്ഷൻ കമ്മീഷൻ വരെയുള്ള ആളുകളൊക്കെ തന്നെ ഇതുപോലെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ ഏതാണ്ട് നമുക്കറിയാം CBI മുതൽ ഈ പറയുന്ന ഇൻകം ടാക്സ് മുതൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് കളിയാക്കി വിളിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരെയുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഉയർച്ചകൾക്ക് വേണ്ടി അവരെങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതുമൊക്കെ ഈ കഴിഞ്ഞ 10-12 കൊല്ലങ്ങളായി ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികളുടെ ഡീറ്റെയിൽസ് ഞാൻ പല വീഡിയോകളിലും ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് വരുത്തിക്കൊണ്ടുവന്നത് എന്നുള്ളതിനെക്കുറിച്ച്, അതിന് വേണ്ടിയിട്ട് എത്രത്തോളം നിയമങ്ങൾ മാറ്റി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ വളരെ വിശദമായിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പല സംസ്ഥാനങ്ങളിലും ആ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ CBIനെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനുവേണ്ടി തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പല്ലും നഖവുമുള്ള വലിയൊരു ഏജൻസിയാക്കി മാറ്റുകയും അവരുടെ കീഴിലുള്ള PMLA ആക്ട് എന്ന് പറയുന്ന മണി ലോണ്ടറിങ് ആക്ട് വളരെ ശക്തിപ്പെടുത്തുകയും ആ ശക്തിപ്പെടുത്തുന്ന നിയമം ഉപയോഗിച്ച് ഒരാൾ അറസ്റ്റിലായി പോയിട്ടുണ്ടെങ്കിൽ ജാമ്യം തന്നെ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് എന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് തന്നെ ഏതാണ്ട് 193ഓളം വരുന്ന പ്രതികൾക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തിരുന്നു ED. 125 കേസുകളാണ് എടുത്തത്. അതിൽ 111 തന്നെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കേസുകളായിരുന്നു. അതിൽ കേവലം ജാർഖണ്ഡിൽ നിന്നുള്ള 2 മന്ത്രിമാർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്ലെയിം ചെയ്യുന്നവർക്ക് 95% കൺവിക്ഷൻ റേറ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. കോടതിയിൽ എത്തിയിട്ടുള്ള കേസുകളെ ആശ്രയിച്ചിട്ടാണ്. പക്ഷേ കോടതിയിൽ എത്താതെ തന്നെ പ്രോസസ്സിൽ തന്നെ ഒരു പ്രക്രിയ, അന്വേഷണ പ്രക്രിയ തന്നെ നീണ്ടുപോവുകയും മാസങ്ങളോളം ഈ പ്രതികളൊക്കെ തന്നെ ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, 2014 ശേഷം യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കേസുകൾ എടുക്കുന്നതിൻ്റെ കൂടിയത് 2500% എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ വലിയ കൂടുതലാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സഖ്യകക്ഷികളായി മാറാനൊക്കെ ആളുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ആ കൂട്ടത്തിലേക്ക് ഒരിക്കലും കേരളത്തിൽ നിന്ന് പിണറായി വിജയനെ കിട്ടില്ല എന്നുള്ളത് അസന്നിഗ്ധമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതിൽ നമുക്കറിയാം മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ BJPയുടെ പല നേതാക്കന്മാരെയും ഒക്കെ നോക്കിയാൽ ഏതാണ്ട് 40% MP തന്നെ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. അതവിടെ നിൽക്കട്ടെ, ഇപ്പോൾ ആ ലിസ്റ്റൊന്നും പറഞ്ഞാൽ തീരില്ല. പക്ഷേ അസാമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. BJPക്കാർ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഒരു ദിവസം BJPയിലേക്ക് കയറിയപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അഴിമതി ആരോപണങ്ങളൊക്കെ ഇല്ലാതാവുകയും കേസില്ലാതാവുകയും പേരിന് മാത്രമായി കേസ് വെച്ചുകൊണ്ടിരിക്കുകയും ഇപ്പോൾ അദ്ദേഹം അസാമിൻ്റെ മുഖ്യമന്ത്രിയെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഇതിന് തൊട്ട് മുമ്പ് അതിനേക്കാൾ വലിയൊരു എക്സാമ്പിൾ കൂടി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ പേര് അജിത് പവാർ എന്നാണ്.
അത് ശരത് പവാറിൻ്റെ ബന്ധു കൂടിയായിരുന്നു, ഈ പറയുന്ന പോലെ അനന്തരവനായിരുന്നു. അദ്ദേഹത്തിനെതിരെ BJP ഉന്നയിച്ചത് 1-2 കോടികളുടെ അഴിമതി ആരോപണമല്ല, 30,000 കോടി രൂപയിലധികം വരുന്ന അഴിമതി ആരോപണമാണ്. പക്ഷേ അഴിമതി ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇത് പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം ശരത് പവാറിൻ്റെ NCPയിൽ നിന്ന് വിട്ടുകൊണ്ട് അദ്ദേഹം ഒരു NCP രൂപീകരിക്കുകയും അദ്ദേഹം അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായി തീരുകയും ചെയ്തു മഹാരാഷ്ട്രയിലെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിനെതിരെ 30,000 രൂപയുടെ ആരോപണം ഇല്ലാതായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെയുള്ള കേസും ഇല്ലാതായി, ആളുകൾ ഓർമ്മിക്കാതെയായി എന്നുള്ളതാണ് വാസ്തവം. ഇതേപോലെ തന്നെ മറ്റൊരു മുഖ്യമന്ത്രി കൂടിയാണ് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയായി വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന വലിയ സംസ്ഥാനത്ത് വന്നിട്ടുള്ള നമുക്കെല്ലാം അറിയുന്ന സുവേന്ദു അധികാരി. അദ്ദേഹം യഥാർത്ഥത്തിൽ നാരദയുടെയൊക്കെ സ്റ്റിംഗ് ഓപ്പറേഷനിൽപ്പെട്ട് പണം കൈകൊണ്ട് മേടിച്ച് വലിപ്പിലേക്കിടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. പക്ഷേ അദ്ദേഹവും വലിയ അഴിമതി ആരോപണങ്ങൾ BJP തന്നെ ഉയർത്തിയതാണ്. കേവലം 5 കൊല്ലമായുള്ള അദ്ദേഹം BJPയിലേക്ക് ചേർന്നിട്ട്. പക്ഷേ അദ്ദേഹവും നേരെ ഉടനെ തന്നെ BJPയിലേക്ക് ചേർന്നു. പിന്നെ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളൊക്കെ തീർന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിലത്തെ ചില സംഭവ വികാസങ്ങൾ കൂടിയുണ്ട്. അത് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയാണ്. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോൾ അശോക് കുമാർ മിത്തൽ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു, അദ്ദേഹം ഡെപ്യൂട്ടി ലീഡറായിരുന്നു രാജ്യസഭയിലെ. അദ്ദേഹം ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഞ്ചാബിലാണ്. ആ പഞ്ചാബിലെ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്നു, വലിയ ധനാഢ്യനായിട്ടുള്ള മനുഷ്യരായിരുന്നു. അദ്ദേഹത്തെയാണ് ആം ആദ്മി പാർട്ടി രാഘവ് ചദ്ദ എന്ന് പറയുന്ന അവരുടെ യങ് ആയിട്ടുള്ള ഒരു ഡെപ്യൂട്ടി ലീഡറായിരുന്നു ഈ പറഞ്ഞ പാർലമെൻറ്റിൽ, അദ്ദേഹത്തെ മാറ്റിയിട്ട് ഇദ്ദേഹത്തെയാണ് വെച്ചത്, ഈ അശോക് കുമാർ മിത്തലിനെ. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ രാഘവ് ചദ്ദ അടക്കം 6 പേരാണ് BJPയിലേക്ക് കഴിഞ്ഞ തവണ കൂറുമാറിയത്. അതിൽ ഈ ഡെപ്യൂട്ടി ലീഡറായി ഈ രാഘവ് ചദ്ദയെ മാറ്റിയിട്ട് വെച്ചിട്ടുള്ള അശോക് കുമാർ മിത്തൽ കൂടി ഉണ്ടായിരുന്നു. ഈ മിത്തലിനെതിരെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും മറ്റ് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ തന്നെ പല റെയ്ഡുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇനി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുള്ളത്, അത് സംഭവിച്ചിട്ടില്ല, സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രതീക്ഷ ഇവിടെ കിടക്കട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആം ആദ്മി പാർട്ടിയിലെ സഞ്ജീവ് അറോറ എന്ന് പറയുന്ന ഒരംഗമാണ്. അദ്ദേഹം മന്ത്രിയാണ് പഞ്ചാബിലെ. ആ മന്ത്രിയായിട്ടുള്ള ഒരാൾ 278 കോടി രൂപയുടെ ആസ്തിയുള്ള റിയൽ എസ്റ്റേറ്റ് മുതൽ നിരവധി സംരംഭങ്ങളുള്ള വലിയ വ്യവസായിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് 278 കോടി രൂപയുടെ ആസ്തിയുള്ളൂ. അപ്പോൾ അദ്ദേഹം അടക്കമുള്ള നിരവധി MLAമാർ, മന്ത്രിമാരൊക്കെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി BJPയിലേക്ക് ചേരാനുള്ള ചില സാധ്യതകളുണ്ട് എന്ന് പറയുന്ന ശ്രുതി കേട്ടിരുന്നു. ഇപ്പോൾ മുഴുവനായും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയുന്നത്. ആ സംഭവിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 1/3 വരുന്ന MLAമാർ മാറണം. അങ്ങനെ 1/3 വരുന്ന MLAമാർ, 1/3 ഭാഗം MLAമാർ മാറണമെങ്കിൽ കുറച്ച് MLAമാരുടെ കൂടി നമ്പറിന് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറിക്കൊണ്ട് കൂടിയാണ് ഗോവയിലടക്കം ത്രിപുരയിലടക്കം മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ തന്നെ പെട്ടെന്ന് BJP അധികാരത്തിലേക്ക് വന്നതും BJP ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറിയിട്ടുള്ളതും. അതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമേ ഞാനിവിടെ കാണിച്ചുള്ളൂ. ഇതിനും അപ്പുറത്തേക്കുള്ള ഞാൻ വിട്ടുപോയിട്ടുള്ള, ഞാൻ പറയാതെ പോയിട്ടുള്ള നിരവധി ആളുകളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഇതുപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനവും G രാമൻ നായരും രാജേന്ദ്രനും അടക്കമുള്ള നിരവധി ആളുകൾ പോയിട്ടുണ്ട്. ഇനി ഒരുപാട് ഇടത്തരം ആളുകൾ കൂടി കോൺഗ്രസിൽ നിന്നടക്കം ഇങ്ങോട്ട് പോകാനുണ്ട്. കാരണം അവർക്ക് എല്ലാവർക്കും തന്നെ ഇത്തവണ കോൺഗ്രസിൻ്റെ ജയിച്ചിട്ടുള്ളത് 63 സീറ്റുകളിലാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് സാധാരണ 90-ലധികം സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇനി ഒരു 10-30 സീറ്റുകൾ മാത്രമേ അടുത്ത തവണ ഒരു പുതിയ ഒരാൾക്ക് MLA ആകാനുള്ള അവസരം കോൺഗ്രസിൽ നിന്നുണ്ടാവും. അത് വളരെ വിരളമാണ്, ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നറിയാം. കാരണം അത് ധർമ്മടം പോലെയുള്ള മണ്ഡലങ്ങളാണ്. അതായത് വലിയ തരംഗമുണ്ടായപ്പോൾ പോലും CPMO LDF ഒക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് സീറ്റ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പകരം BJPയിലേക്ക് പോയാൽ അവർക്കൊരു 10-40 മണ്ഡലങ്ങളിൽ ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ നിന്നാൽ ജയിക്കാൻ കഴിയുമെന്നുള്ള നിലക്കുള്ള വലിയ കുത്തൊഴുക്ക് ഇനി മറ്റു പല പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് CPMൻ്റെ ഏതെങ്കിലും വലിയ പ്രമുഖരായിട്ടുള്ള നേതാക്കളെയോ പിണറായി വിജയനെയോ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് BJPയോട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹം പ്രതിയല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട പോലും ആവശ്യമില്ല, അദ്ദേഹത്തെ തടഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ മകളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, കാരണം അവർ പ്രതിയാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം മാറും എന്നുള്ളത് നിങ്ങൾ വിചാരിച്ച് കളയരുത് BJPയിലേക്ക്. കാരണം അങ്ങനെ പെട്ടെന്ന് മാറാവുന്ന ഈ പറഞ്ഞ പോലെ ആളുകളെപ്പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ പിണറായി വിജയനെയോ അല്ലെങ്കിൽ CPMലെ വലിയ നേതാക്കളെയൊന്നും
കൂട്ടണ്ട എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് BJPയോടും സംഘപരിവാറിനോടും പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോടുമൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. ടോപ്പിക്ക് കഴിഞ്ഞു. ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടാൽ മതി. നമ്മുടെ മറ്റൊരു ചാനലിനെ കുറിച്ചാണ്. നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്. ആ ചാനൽ BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. പൊതുബോധത്തിനപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. അതിൻ്റെ ഇംഗ്ലീഷിലുള്ളത് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സാധാരണ സോഷ്യൽ മീഡിയകളും അതുപോലെ സാറ്റലൈറ്റ് ചാനലുകളും ഒക്കെ കൂടി നിർമ്മിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. അവരുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് അത്തരത്തിലുള്ള ഒരു താല്പര്യവുമില്ലാത്ത നിങ്ങളോട് സത്യം മാത്രം വിളിച്ചു പറയുന്ന ഒരു ചാനലായിരിക്കും ഇത് എന്നുള്ളൊരു ഉറപ്പാണ് എനിക്ക് നിങ്ങളോട് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ചാനൽ കൂടി തുടങ്ങിയിട്ട് അതിലൊരു പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റിൽ പിണറായി വിജയൻ 2021 അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഒരു കരുതൽ മുഖ്യമന്ത്രിയായിരുന്നു, ഒരു ക്യാപ്റ്റൻ വിജയനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൃഢതയെ എങ്ങനെയാണ് അഹങ്കാരമാക്കി മാറ്റിയത് എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ചില സവിശേഷതകൾ മാത്രം എടുത്തുകൊണ്ട് വൈകാരികമായിട്ടുള്ള ചില വാർത്താവതരണങ്ങളിലൂടെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് മാറ്റിമറിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും അതിനൊക്കെ വേണ്ടി മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയക്കാരും ഒക്കെ നടത്തിയിട്ടുള്ള ഗൂഢാലോചനകളെക്കുറിച്ചും അതിൻ്റെ പുറകിലുള്ള സംഘപരിവാറിൻ്റെ വളരെ വിശദമായിട്ടുള്ള പദ്ധതികളെക്കുറിച്ചുമൊക്കെ തന്നെ കേരളത്തിൽ മറ്റാരോടും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അത്തരത്തിൽ പറയുന്ന 1 മണിക്കൂറും 42 മിനിറ്റുമുള്ള ഒരു പോഡ്കാസ്റ്റാണത്. വളരെ കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ നിരവധി ചെയ്യണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ അത് ചെയ്യാൻ വലിയ അധ്വാനവും വലിയ പണവും ഒക്കെ ആവശ്യമുണ്ട്. കൂടുതൽ റിസർച്ച് ചെയ്യാനുള്ള ആളുകളെയൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോകൾ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യണം. കൂടാതെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ കൂടി സപ്പോർട്ട് ചെയ്യണം. ആ സപ്പോർട്ടിൽ നമുക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള മെമ്പർഷിപ്പിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള എമൗണ്ടുകളുണ്ട്. അതടച്ച് മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു ഗുണം കിട്ടും എന്ന് വിചാരിക്കരുത്. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനും അപ്പുറം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്, താല്പര്യമുള്ളവർക്ക് മാത്രം. അതല്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യാം. ഇനി അതൊന്നും ചെയ്യാത്തവരും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോകൾ മുഴുവനായും തന്നെ കാണുകയും നമ്മളെ താഴെ കമൻറ്റുകളിലൂടെയൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും അതല്ല നിങ്ങൾക്ക് വിമർശനങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുമൊക്കെ തന്നെ സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് കൂടി മറന്നുകൊണ്ട് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ആ പോഡ്കാസ്റ്റ് ലിങ്കും ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ അത് കാണണം, തിരിച്ചറിയണം എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ 5 കൊല്ലങ്ങളിലെന്ന്.